നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 9-ാം തീയതി, 1200-ാം ആണ്ട് കുംഭമാസം 25-ാം തീയതി ഞായറാഴ്ച. ഇന്ന് പുണർദം നക്ഷത്രമാണ്. അപ്പോൾ പുണർദം നക്ഷത്രം ശുഭനക്ഷത്രം, സൂര്യൻ്റെ ദിവസം, പ്രപഞ്ചനാഥൻ്റെ ദിവസം, സൂര്യഭഗവാന്റെ ദിവസം. അപ്പോൾ ദിവസം സൂര്യഭഗവാന്റെ ദിവസം, അതിനൊപ്പം തന്നെ ഇന്ന് സൂര്യഭഗവാന്റെ ദിവസമാണ്. അതിനൊപ്പം തന്നെ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ശുഭനക്ഷത്രം, പുണർദ നക്ഷത്രം. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമാണ്. ഓരോ ദിവസത്തിന് അതിൻ്റെ സ്വാധീനമുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് ചില ദിവസങ്ങൾ ഒരുപാട് കഷ്ടതയേറിയിരിക്കും. കാരണം നമ്മൾ പോലും അറിയില്ല നമ്മളെ ദിവസം ഇന്ന് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ആ ദിവസം ശ്രദ്ധിക്കേണ്ടതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ പലപ്പോഴും പല കാര്യത്തിന് പോയി അന്ന് പരാജയപ്പെടും. പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, രണ്ടാമത് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഒരു കാര്യം ഒരിടത്ത് പോയി നോ പറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് യെസ് പറയിപ്പിക്കാൻ പാടാണ്. ഈ നോ പറഞ്ഞവൻ എന്നെ കൊണ്ട് യെസ് പറയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ നോ പറയിക്കാത്ത ഒരു സമയത്തായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഈ എല്ലാ എൻ്റെ ശരിക്ക് സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാർ ഏകദേശം 41,000-ഓളം ആളുകളുണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ ഈ നിത്യജ്യോതിഷം നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ചെയ്യണേ. അപ്പോൾ എൻ്റെ ആശ്രയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ കൂടെ ഉള്ളവർക്ക്, അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത്. അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ പ്രോഗ്രാം രാവിലെ തന്നെ നിങ്ങളെ അറിയിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്നിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ദിവസത്തിലെയും ആ ദിവസം നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കിക്കൊണ്ട് പോണത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമാണ്. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, പുണർദ നക്ഷത്രം, കുംഭമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. കാരണം സൂര്യൻ എന്ന് പറഞ്ഞ പ്രകാശമാണ്, നമ്മളെ പ്രകാശിപ്പിക്കും. നമ്മളെ ഇരുട്ടിൽ നിൽക്കുന്ന നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ശരിക്ക് സൂര്യഭഗവാൻ. അപ്പോൾ സൂര്യഭഗവാന്റെ ദിവസമായതുകൊണ്ട് നമുക്ക് അപ്പോൾ പ്രകാശം കൂടുമ്പോൾ എന്ത് ചെയ്യും, ശരിക്ക് ചൂട് കൂടുമ്പം ചില തളർച്ചയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് അലസതയും അസ്വസ്ഥതയും ടെൻഷനും ശരിക്ക് ഒക്കെ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യണം, എല്ലാം തരും. എന്നാലും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം, സൂര്യനെ തൊഴണം. ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പോകണം. അതുപോലെ ഇന്നും ഓരോ കാര്യം നല്ല ദിവസമാണ്, ഓരോ കാര്യത്തിന് ഇറങ്ങാൻ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന അവധി ദിവസമാണ്. കുടുംബസമേതം സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടി അടുത്തൊരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തി സംഭരിക്കുന്ന ദിവസമാണ് കുടുംബത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ നല്ല ദിവസം അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് വെച്ചാൽ അന്ന് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ വീട്ടിനകത്ത് ഐക്യക്കുറവും അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ ഉണ്ടായാൽ ആ വിഷമത്തിൽ നമ്മൾ അടുത്ത ദിവസങ്ങൾ പോവേണ്ടി വരും. അപ്പോൾ കുടുംബം ഇമ്പത്തോടു കൂടിയിരിക്കണം, സന്തോഷത്തോടു കൂടിയിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ വഴിക്ക് ഇറങ്ങുമ്പോൾ അന്ന് രാവുകാലം നോക്കി ഇറങ്ങണം. 5:03 തൊട്ടാണ് രാവുകാലം തുടങ്ങുന്നത്. രാവുകാല സമയം 6:32 വരെ ഉണ്ട്. അപ്പോൾ രാവുകാല സമയം നമുക്ക് അപ്പോൾ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന 4 തൊട്ട് 6 മണി വരെ എന്നാണ്. ഇവിടെ 5:03 സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6:32 വരെ ഉണ്ട് താനും. അതുകൊണ്ടാണ് ഞാൻ രാവുകാല സമയം പ്രത്യേകം പറഞ്ഞു തരണം. കലണ്ടറിൽ നോക്കിയിട്ട് രാവുകാലത്തിന് പോകരുത്. അതുപോലെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയമാണ് യമകണ്ഠ കാലവും ഗുളികകാല സമയവും. ഈ സമയം നമ്മൾ ശരിക്കിരുന്ന് ഒരു ചർച്ച പോലും നല്ലപോലെ ചെയ്താൽ സക്സസ് ആവില്ലെന്നാണ് ഗുളികനും യമകണ്ഠൻ്റെയും. അന്ന് പ്രകൃതി തന്നെ നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. ഏകദേശം 3 മണിക്കൂറോളം സമയമുണ്ട് 12 മണിക്കൂർ പകലുള്ളതിൽ. ആ സമയമാണ് ഞാൻ പറഞ്ഞത്. ഗുളികകാല സമയം 3:33 തൊട്ട് 5:03 വരെയും, യമകണ്ഠകാല സമയം 12:35 തൊട്ട് 2:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് കൊള്ളാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമയമാണ് ഒരു ദിവസം അഭിജിത്ത് മുഹൂർത്തം.
ശരിക്ക് 48 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും 44 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇടയ്ക്കൊരു 4 മിനിറ്റ് മദ്യസമയം കൊള്ളൂല എന്നുള്ളതൊഴിച്ച് ശരിക്ക് അതും ആരംഭിക്കുന്നത് അഭിജിത്ത് 12:11 തൊട്ട് ആരംഭിക്കും. 12 മണി 59 മിനിറ്റ് വരെയുണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം പ്രപഞ്ചത്തിൽ സൂര്യൻ്റെ ചൈതന്യം നിൽക്കുകയാണ്. ആ ചൈതന്യം നമ്മളിലേക്ക് എളുപ്പം ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണേ. വസ്ത്രം ധരിക്കുമ്പോൾ ഇന്ന് സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് റോസ് കളറ്, അതുപോലെ റെഡ് മിക്സായിട്ടുള്ള കളറ്, താമരപ്പൂവിൻ്റെ കളറ്, അതുപോലെ ചുടുകല്ലിൻ്റെ കളർ, ഇതുപോലെയുള്ള കളറുകൾ റെഡ് മിക്സായിട്ടും അതുപോലെയുള്ള കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് ഭാഗ്യദായകമായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.